പിശാച് പറയും എന്ന് പറഞ്ഞതിന്റെ സാരം മനുഷ്യൻ കേൾക്കെ അവൻ ഉച്ചത്തിൽ സംസാരിക്കുമെന്നല്ല. മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അങ്ങനെ ഓരോ സംശയങ്ങൾ അവൻ ജനിപ്പിക്കുകയോ അവന്റെ അനുയായികളായ ദുഷ്ടജനങ്ങൾ മുഖേന കുതർക്കങ്ങളും ദുർന്യായങ്ങളും സമർപ്പിക്കുകയോ ചെയ്യുമെന്നാകുന്നു. ഈ വിഷയകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ച മറ്റൊരു വചനം കാണുക. മനുഷ്യർ തമ്മിൽ അന്യോന്യം ചോദ്യം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൻ പറയപ്പെടും, ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടി. എന്നാൽ അള്ളാഹുവിനെ ആർ സൃഷ്ടിച്ചു? അഥവാ അവൻ എങ്ങനെ ഉണ്ടായി? ഈ തരത്തിൽപ്പെട്ട വല്ലതും ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ അവൻ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ അള്ളാഹുവിലും അവന്റെ റസൂലുകളിലും വിശ്വസിക്കുന്നു എന്ന്. ബുഖാരി, മുസ്ലിം. പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളെക്കുറിച്ച് നാം വളരെ ഗൗരവപൂർവ്വം കരുതിയിരിക്കേണ്ടതുണ്ടെന്നും അതിൽ നിന്ന് രക്ഷകിട്ടുവാൻ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നും ഇതിൽ നിന്നൊക്കെ സ്പഷ്ടമാകുന്നു. ജിന്നുവർഗത്തെയും ശൈത്താനാകുന്ന പിശാചിനെയും സംബന്ധിച്ച് ഇതിനു മുമ്പ് പലപ്പോഴും നാം സംസാരിച്ചതാണ്. അതുകൊണ്ട് ജിന്നും മനുഷ്യനും രണ്ടു പ്രത്യേക വർഗമാണെന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി ഇവിടെ കൂടുതലൊന്നും പ്രസ്താവിക്കേണ്ടതില്ല. എന്നിരുന്നാലും മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും എന്ന് ഇവിടെ അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ രണ്ടു പ്രത്യേക വർഗമാണെന്ന് ഖുർആനിൽ വിശ്വസിക്കുന്ന ഏതൊരാളും സമ്മതിക്കേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊള്ളട്ടെ. ജിന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിലെ ചില അപരിഷ്കൃത വിഭാഗങ്ങൾക്കാണ് എന്നാണല്ലോ ആ വർഗത്തെ നിഷേധിക്കുന്നവരുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഇവിടെ അൽ ജിന്നത്ത് കൊണ്ട് ഉദ്ദേശം അപരിഷ്കൃത വിഭാഗക്കാരായ മനുഷ്യരും അന്നാസ് കൊണ്ട് ഉദ്ദേശം പരിഷ്കൃതരായ മനുഷ്യരും ആയിരിക്കണമല്ലോ. എന്നാൽ അന്നാസ് എന്ന വാക്കുകൊണ്ട് ഖുർആനിൽ പലയിടത്തും അപരിഷ്കൃതരെന്നോ പരിഷ്കൃതരെന്നോ തരം തിരിക്കുവാൻ പാടില്ലാത്ത വിധം മനുഷ്യവർഗത്തെ മുഴുവനും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഉപയോഗിച്ചാണ് കാണുന്നത്. ചില ഉദാഹരണങ്ങൾ കാണുക. ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പറയുക, ഹേ മനുഷ്യരെ, ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലാകുന്നു. സൂറത്ത് അഅറാഫ് 158. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, ഹേ മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുവിൻ. സൂറത്തു നിസാ 1. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഷ്കൃത വിഭാഗത്തിലേക്കോ മറ്റേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലേക്കോ മാത്രമുള്ള റസൂലാണോ? മനുഷ്യവിഭാഗങ്ങളിൽ ഏതെങ്കിലും ചില വിഭാഗക്കാർ മാത്രം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ മതി എന്നുണ്ടോ? ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ അന്നാസ് എന്ന വാക്കിന് മനുഷ്യവർഗം മുഴുവനും ഉൾപ്പെടുമെങ്കിൽ അതോട് ചേർത്ത് ജിന്നിനെയും കൂട്ടിപ്പറയുമ്പോഴേക്കും എങ്ങനെയാണ് അതിന്റെ അർത്ഥത്തിൽ ആ മാറ്റം സംഭവിക്കുന്നത്? ആലോചിച്ചു നോക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നുണ്ടായേക്കുന്ന എല്ലാ കെടുതലുകളിൽ നിന്നും, രാത്രി ഇരുട്ടുമൂടിയാലുണ്ടാകുന്ന കെടുതലുകളിൽ നിന്നും, കെട്ടുകളിൽ ഊതുന്നവരുടെ കെടുതലുകളിൽ നിന്നും, അസൂയക്കാർ അസൂയപ്പെട്ടാലുണ്ടാകുന്ന കെടുതലുകളിൽ നിന്നും പ്രഭാതത്തിന്റെ നാഥനായ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ജിന്നുകളിലും മനുഷ്യരിലുമുള്ള എല്ലാ കുസൃതിക്കാരുടെയും ദുർമന്ത്രങ്ങളുടെ കെടുതലുകളിൽ നിന്നും മനുഷ്യരുടെ രക്ഷിതാവും രാജാവും ആരാധ്യനുമായ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചര്യകളും അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിന്റെ പൊരുത്തവും പ്രീതിയും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുവാനും അവൻ നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ.